ദൈവത്തിന് സ്തോത്രം. ഈ വിലയേറിയ പ്രഭാതത്തിൽ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. പ്രഭാതമന്നയിലൂടെ ദൈവിക അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി 32-ാം സങ്കീർത്തനം അതിലെ 7-ാം വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 32:7. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഈ പ്രഭാതത്തിൽ തിരുവചനത്തിന്റെ നന്മ പ്രാപിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോട് അടുത്ത് ചെല്ലാം. അനുഗ്രഹിക്കപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് ഭക്തനായ ദാവീദ് പറയുന്നത്. ഒന്ന്, നീ എനിക്ക് മറവിടമാകുന്നു. എപ്പോഴാ ഒരു മറവിടം ഒരു മനുഷ്യന് ആവശ്യമായി വരുന്നത്? ബലമുള്ള ശത്രു പുറകിലുള്ളപ്പോഴാണ് പലപ്പോഴും ഒരു മറവിടത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നത്. ഇന്ന് പ്രഭാതത്തിൽ തകർത്ത് കളയുമെന്നും നശിപ്പിക്കുമെന്നും വെല്ലുവിളിച്ച് ആഞ്ഞെടുക്കുന്ന ശത്രു പുറകിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിതയാത്രയിലുണ്ടെങ്കിൽ മറക്കരുത്, ദൈവം നമ്മുടെ മറവിടമായി വെളിപ്പെടും. പ്രിയരെ, ദൈവം നമ്മുടെ മറവിടമായി വെളിപ്പെട്ടാൽ ഒരു പകർച്ചവ്യാധിക്കും ഒരു പ്രതിസന്ധികൾക്കും ദൈവിക സംരക്ഷണത്തിനകത്ത് കയറി നമ്മെ തകർത്ത് കളയുവാൻ പറ്റത്തില്ല. ഈ പ്രഭാതത്തിൽ മറവിടമായി വെളിപ്പെടുന്ന ഒരു മഹാദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്ന് മറന്നു പോകരുത്. അനേകം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുള്ള, എല്ലാ സമയങ്ങളിലും ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി ശത്രു ജീവിതയാത്രയിൽ പിന്തുടർന്നിട്ടുള്ള ദാവീദാണ് പറയുന്നത്, ദൈവമേ, നീ എനിക്ക് മറവിടമാകുന്നു. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിന് നേരെ കയറി വരുന്ന ഏത് വലിയ പ്രതിസന്ധികളും നമ്മെ തകർത്ത് കളയാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് മറവിടമായി വെളിപ്പെടുക തന്നെ ചെയ്യും. നമുക്കറിയാം, ഭക്തനായ ദാവീദിന്റെ ജീവിത ചരിത്രം പഠിച്ചാൽ ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ശൗല് ദാവീദിനെ ഇല്ലാതാക്കി കളയണമെന്നുള്ള ആഗ്രഹത്തോടെ പല നിലയിൽ ദാവീദിനെ ആക്രമിക്കുവാനിടയായി തീർന്നു. ആ ഇടങ്ങളിലെല്ലാം ദൈവം ദാവീദിന്റെ ജീവിതത്തിൽ മറവിടമായി വെളിപ്പെട്ടു. അതുകൊണ്ടാകണം ദാവീദ് പറഞ്ഞത്, നീ എനിക്ക് മറവിടമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മരുഭൂമി യാത്ര തീരുന്നത് വരെ, ഈ ഭൂമിയിലെ ആയുസ് തീരുന്നത് വരെ നമുക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം കടന്നു ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും ദൈവം ഒരു മറവിടമായി വെളിപ്പെടട്ടെ. ദൈവം നമ്മുടെ മറവിടമായി തീർന്നാൽ എത്ര വലിയ ചൂടും നമ്മെ തകർത്ത് കളയത്തില്ല. ദൈവം നമ്മുടെ മറവിടമായി തീർന്നാൽ എത്ര വലിയ മഴയും കാറ്റും നമ്മളെ നിർമൂലമാക്കത്തില്ല. തകർത്ത് കളയും, ഇല്ലാതാക്കും, നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് ശത്രു ആരാഞ്ഞെടുത്തു വന്നാലും ദൈവം നമ്മുടെ മറവിടമായി വെളിപ്പെട്ടാൽ, നമുക്കറിയാം, ആകാശത്ത് ശത്രുക്കൾ വരുമ്പോൾ കള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ ഉള്ളിൽ മറയ്ക്കുവാനിടയായി തീരും. പ്രിയരെ, അങ്ങനെയാണെങ്കിൽ ദൈവിക മറവിടത്തിനകത്ത് കയറി തകർക്കാൻ ഒന്നിനും കഴിയത്തില്ല. ഈ രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനാവശ്യമായി വെല്ലുവിളിക്കുന്ന, ഭീതിപ്പെടുത്തുന്ന, ഇല്ലാതാക്കും, നശിപ്പിക്കുമെന്ന് പറയുന്ന അന്ധകാരത്തിന്റെ പോരുകൾ ദൈവത്തിന്റെ കൃപയാൽ തകർന്നു മാറുന്ന പ്രഭാതമായി തീരട്ടെ. ദൈവം നമുക്ക് മറവിടമായി വെളിപ്പെടും. ദൈവം നമുക്ക് മറവിടമായാൽ മനുഷ്യൻ നമുക്കെതിരെ എടുക്കുന്ന ആയുധങ്ങൾ, പൈശാചിക ലോകം നമുക്കെതിരെ എടുക്കുന്ന ആയുധങ്ങൾ, ഇതൊന്നും ഫലിക്കാതെ പോകും. ഈ 2026 ശേഷിക്കുന്ന നാളുകൾ ദൈവം നമുക്ക് മറവിടമായി വെളിപ്പെടുന്ന അനുഗ്രഹത്തിന്റെ പ്രഭാതമായി തീരട്ടെ. നിങ്ങൾക്കറിയാമോ, നീണ്ട മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനം കടന്നു പോകുമ്പോൾ മരുഭൂമിയിലെ ചൂടേറ്റ് കാലുകൾ പൊള്ളി
നിലത്ത് കുഴഞ്ഞു വീഴാതിരിക്കേണ്ടതിന് പകൽ മുഴുവനും മേഘസ്തംഭത്തിൽ അവരുടെ തലയ്ക്ക് മുകളിൽ ദൈവം മറവിടമായി വെളിപ്പെട്ടു എന്ന്. പ്രിയരെ, ദൈവം അവരുടെ ജീവിതത്തിൽ മറവിടമായിരുന്നത് കൊണ്ട് ഈ മരുഭൂമിയിലെ ശക്തികൾക്കൊന്നും അവരെ തകർത്ത് കളയുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പോടെ ഞാൻ പറയാം, ഒന്നാമത്തെ കാര്യം, ദൈവം നമുക്ക് മറവിടമായി തീരുന്ന അനുഗ്രഹിക്കപ്പെട്ട പകലായത്. രണ്ടാമത്തെ കാര്യം അതിനകത്ത് എഴുതിയിരിക്കുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്നും സൂക്ഷിക്കും. നാം നമ്മുടെ ഇന്നറിയുമ്പോൾ നമ്മുടെ നാളുകളും ഭാവിയും അടുത്ത വർഷവും അടുത്ത നാളുകളുമൊക്കെ അറിയാവുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ടാണ് ഭക്തനായ മനുഷ്യൻ പറയുന്നത്, എൻ്റെ നേരെ കഷ്ടത കയറി വന്നാൽ ദൈവമേ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ എൻ്റെ കരങ്ങൾക്ക് ബലമില്ല. അഥവാ എൻ്റെ ശേഷിയും പ്രാപ്തിയും കൊണ്ട് കഷ്ടതകളെ ജയിക്കുവാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവം എന്നെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കും. ആമേൻ. ഉറപ്പോടെ അങ്ങനെ വിശ്വസിക്കാമോ? ദൈവം വലിയ കാര്യങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യുക തന്നെ ചെയ്യും. എപ്പോഴാ? സന്തോഷകാലത്ത് കൂടെ ഇരിക്കുന്ന, ആരോഗ്യമുള്ള സമയത്ത് എല്ലാറ്റിനകത്തും ഇടപെടുന്ന ധാരാളം പേർ നമ്മുടെ ചുറ്റും കാണും. എന്നാൽ കഷ്ടകാലത്ത് കൂടെ ഇരിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥയാണെങ്കിൽ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, കഷ്ടതയുടെ നാളുകളിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. മൂന്നാമത്തെ കാര്യം ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, രക്ഷയുടെ ഉല്ലാസ ഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. രക്ഷയുടെ പ്രത്യാശ, രക്ഷയുടെ സന്തോഷം, ഇതൊക്കെ വളരെ വലിയ ആത്മിക അനുഭവങ്ങളാണ്. പ്രിയരെ, സങ്കീർത്തനക്കാരൻ അത് അയവിറക്കിയിട്ട് പറയുകയാണ്, രക്ഷയുടെ ഉല്ലാസ ഘോഷം കൊണ്ട് ദൈവം എന്നെ ചുറ്റിക്കൊള്ളും എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ആനന്ദത്തെ, സന്തോഷത്തെ, ദൈവിക സമാധാനത്തെ തല്ലിക്കെടുത്തി കളയുവാൻ ലോകത്തിന് ഒന്നിനും കഴിയത്തില്ല. ഈ പ്രഭാതത്തിൽ അങ്ങനെ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യാമോ? ദൈവം എനിക്ക് മറവിടമാകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അറിയാത്ത വഴികളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നാലും, പരിചയക്കാരൻ്റെ ചുറ്റുമില്ലെങ്കിലും, എന്നെ മറച്ചു പിടിക്കുവാൻ അപ്പനും അമ്മയും സഹോദരങ്ങളുമില്ല എങ്കിലും ദൈവം എനിക്ക് മറവിടമായി വെളിപ്പെടും. പ്രിയരെ, നമ്മുടെ ബാല്യകാലത്തും യൗവനകാലത്തും വാർദ്ധക്യത്തിലുമൊക്കെ ദൈവം നമുക്ക് മറവിടമായി വെളിപ്പെട്ടാൽ ലോകത്തിൽ നാം ജയോത്സവമായി മുന്നേറുവാനായി തുടങ്ങും. രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് മറവിടം മാത്രമാകുന്നു എന്നാണോ? കഷ്ടത്തിൽ നിന്ന് എന്നെ സൂക്ഷിക്കും. നമുക്കറിയാം അടുത്ത മിനിറ്റിൽ എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ ഉറപ്പോടെ ഈ പ്രഭാതത്തിൽ പറയാം, കഷ്ടതയിൽ സൂക്ഷിക്കുവാൻ പ്രാപ്തനായ ഒരു മഹാദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് നിശ്ചയമായിട്ടും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? അടുത്ത പദം എഴുതിയിരിക്കുന്നത്, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് എന്നെ ചുറ്റിക്കൊള്ളും. ദൈവപ്രവൃത്തികളുടെ, ദൈവകൃപയുടെ, ആത്മശക്തിയുടെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം ഓരോരുത്തർക്കും ദൈവം പ്രദാനം ചെയ്യട്ടെ. ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഈ പ്രഭാതത്തിൽ ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഓരോരുത്തരെയും ബലപ്പെടുത്തും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.